വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തെക്കുറിച്ചാണ്. ഇത്തവണത്തെ IPL-ൽ ഇത് രണ്ടാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ മുംബൈ ഇന്ത്യൻസ് കീഴടങ്ങുന്നത്. ആദ്യം സ്വന്തം തട്ടകമായ വാങ്കഡയിൽ നടന്ന മത്സരത്തിൽ 100-ലേറെ റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായി മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടത്. ഇന്ന് ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനോട് ഏറ്റുവാങ്ങുന്നത് 8 വിക്കറ്റിന്റെ പരാജയമാണ്. 9 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുംബൈ ഇന്ത്യൻസ് വെറും 4 പോയിന്റോടെ ഏറ്റവും താഴെയാണ്. LSG മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് താഴെയുള്ളത്. പ്ലേ ഓഫ് എന്ന പ്രതീക്ഷ ഈ പരാജയത്തോടെ അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. സഞ്ജു സാംസൺ പെട്ടെന്ന് പുറത്തായാൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുമെന്നുള്ള ചെന്നൈ ആരാധകരുടെ ആശങ്ക അകറ്റിയ ദിവസമായിരുന്നു ഇന്ന്. 11 റൺസിന് സഞ്ജു സാംസൺ പുറത്തായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് 11 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റിന്റെ അത്യുജ്വല വിജയമാണ് മുംബൈ ഇന്ത്യൻസിന്റെ മേൽ നേടിയെടുത്തത്. സഞ്ജുവിന് ശേഷം എത്തിയ ഉർവിൽ പട്ടേൽ നല്ലൊരു പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. 2 സിക്സുകളും 2 ഫോറുകളും അടക്കം 12 പന്തിൽ 24 റൺസ് എടുത്താണ് ഉർവിൽ പട്ടേൽ പുറത്തായത്. അതിനുശേഷമാണ് ക്യാപ്റ്റൻ ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയും ഒരു അപരാജിത പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയത്. 75 പന്തുകളിൽ 98 റൺസിന്റെ പാർട്ട്ണർഷിപ്പിലൂടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയം അനായാസമാക്കിയത്. 40 പന്തുകൾ നേരിട്ട കാർത്തിക് ശർമ്മ 3 സിക്സും 4 ഫോറും അടക്കം നേടിയത് 54. ബോൾട്ടിനെതിരെ സ്കൂപ്പ് ഷോട്ടിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് കാർത്തിക് ശർമ്മ വിജയം സമ്മാനിച്ചത്. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് 48 പന്തുകളിൽ നിന്ന് 2 സിക്സിന്റെയും 5 ഫോറിന്റെയും അകമ്പടിയോടെ 67 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. തുടർച്ചയായ രണ്ടാം 50യാണ് ക്യാപ്റ്റൻ ഗെയ്ക്വാദ് നേടിയെടുക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ തന്റെ ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെയും കഴിഞ്ഞ മത്സരത്തിലും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ക്യാപ്റ്റൻ തെളിയിച്ചിരിക്കുന്നത്. അതെ, ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫ് സ്വപ്നം കാണാം. ശേഷിക്കുന്ന മത്സരങ്ങൾ മികച്ച രീതിയിൽ വിജയിക്കാനായാൽ തീർച്ചയായും പ്ലേ ഓഫ് ഉറപ്പിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി ശേഷിക്കുന്നത് 5 മത്സരങ്ങളാണ്. ഡൽഹി, ഗുജറാത്ത്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾക്കെതിരെ ഓരോ മത്സരവും LSGക്കെതിരെ 2 മത്സരവുമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ശേഷിക്കുന്നത്. ഈ 5 മത്സരങ്ങളിൽ 4 ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പിക്കാനാകും നിലവിലെ സാഹചര്യത്തിൽ. ചെന്നൈക്ക് ഇനി ഏറ്റുമുട്ടാനുള്ള ടീമുകളിൽ അല്പം കടുപ്പമേറിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് മാത്രമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളിങ്ങും ബാറ്റിങ്ങും നല്ലൊരു ഫോമിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണെന്ന് കണ്ടത്. ഇന്നത്തെ 3 വിക്കറ്റ് നേട്ടത്തിലൂടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളറുടെ പട്ടികയിലേക്ക് ഭുവനേഷ് കുമാറിന്റെ കൂടെ കംബോജിന്റെ പേരും എഴുതി ചേർക്കപ്പെടുന്നു. 17 വിക്കറ്റ് നേട്ടത്തോടെ ഭുവനേഷ് കുമാറും കംബോജുമാണ് പർപ്പിൾ ക്യാപ്പ് പങ്കിടുന്നത്. ആദ്യമെല്ലാം മുംബൈ ഇന്ത്യൻസ് ആരാധകർ രഹസ്യമായി ചർച്ച ചെയ്തിരുന്ന ക്യാപ്റ്റൻസിയിലെ പോരായ്മ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. നിരന്തരം മോശം തീരുമാനങ്ങളിലൂടെ ടീമിനെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് 90% ആരാധകരും അവകാശപ്പെടുന്നത്. തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു, മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തിന്റെ ഉത്തരവാദി ക്യാപ്റ്റൻ മാത്രമാണ്, അയാളുടെ തീരുമാനങ്ങളാണ് പറയുന്നത്. മുംബൈ ഇന്ത്യൻസ് വിരോധികളല്ല, മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം ആരാധകരാണ്. ഫീൽഡിലും കളിക്കാരിൽ നിന്ന് നമുക്കത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കെട്ടുറപ്പില്ലാത്തൊരു ടീമായി മുംബൈ ഇന്ത്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 തവണ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് ഇത്രയും മോശമായ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ക്യാപ്റ്റന് തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ആരാധകർ. സാധാരണ നിലയിൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ പാടെ തകർന്നു പോകുന്ന ബാറ്റിംഗ് നിരയെ ഒരു സെൻസിബിൾ ഇന്നിംഗ്സിലൂടെ കാത്തു സംരക്ഷിച്ചത് ക്യാപ്റ്റൻ ഗെയ്ക്വാദ് തന്നെയാണ്. ഇന്നത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് ബൗളർമാർക്ക് അവകാശപ്പെട്ടതിലേറെ ആ ഇന്നിംഗ്സ് കാത്തു സൂക്ഷിച്ച ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് തന്നെയാണ്. കൂടെ ക്യാപ്റ്റന് കൂട്ടായി പ്രായത്തിനേക്കാൾ മികച്ച പക്വതയോടെ കളത്തിൽ നിലയുറപ്പിച്ച കാർത്തിക് ശർമ്മക്കും. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഇന്നത്തെ വിജയത്തോടെ ആവേശത്തിലാണ്, പ്ലേ ഓഫിന്റെ പ്രതീക്ഷയിലാണ്. ശേഷിക്കുന്ന മത്സരങ്ങളിലും മികച്ച പ്രകടനത്തിലൂടെ വിജയം നേടിക്കൊണ്ട് പ്ലേ ഓഫിലെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.